ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത് ശ്യാമയുടെ മടിയിൽ കിടന്നുകൊണ്ട് ശ്യാമയോട് പറഞ്ഞു, ഒരു കണക്കിന് എന്തൊരു അതിശയമാണല്ലേ, നമ്മുടെ രണ്ടുപേരുടെയും പ്രണയം ഒരു കുഞ്ഞ് ജീവന്റെ തുടിപ്പായി ദാ ഈ വയറ്റിൽ കിടക്കുന്നു. സത്യത്തിൽ സ്ത്രീകളുടെ ഈ ഗർഭപാത്രം എന്ന് പറയുന്നത് അതിശയകരമായ ഒരു കാര്യം തന്നെയാണ്. അതിനുള്ളിലാണല്ലോ ഒരു കുഞ്ഞിന് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങുന്നത്. ഈ പ്രകൃതിയുടെ നിയന്ത്രണം തന്നെ, ഈ പ്രകൃതിയുടെ തുടിപ്പ് തന്നെ അതിലല്ലേ, അതിനെ ആശ്രയിച്ചല്ലേ എന്ന് രോഹിത് പറഞ്ഞത് കേട്ട് മറുപടി ഒന്നും പറയാനാകാതെ തനിക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല എന്നുള്ള സത്യം മറച്ചു വെച്ചതിന്റെ വേദനയിൽ വിഷമത്തോടെ എല്ലാം കേട്ടുകൊണ്ട് മറുപടി ഒന്നുമില്ലാതെ അങ്ങനെ ശ്യാമയിരുന്നു. ഇതിന് ഇടയിൽ രോഹിത് ശ്യാമയോട് പറഞ്ഞു, എന്തായാലും ഒരു കുഞ്ഞു ജീവൻ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ട എല്ലാ സാഹചര്യവും അതിനുള്ളിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. മഴയാണോ വെയിലാണോ ഒന്നും അറിയാതെ, അതിനുള്ളിൽ തണുപ്പാണോ ചൂടാണോ എന്ന് തിരിച്ചറിയാനാകാതെ ഒരു കുഞ്ഞിന് ഒരു തൊട്ടിലും ഓക്സിജൻ സിലിണ്ടറും അതിന് കുളിക്കാനായിട്ടൊരു സ്വിമ്മിംഗ് പൂളും എല്ലാം അതിനുള്ളിൽ തന്നെ ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഇത് കേട്ട് ശ്യാമ അതേ എന്ന് തല കുലുക്കിക്കൊണ്ടിരിക്കുമ്പോൾ രോഹിത് ചോദിച്ചു, എടോ, കുഞ്ഞുനാളിൽ നമ്മൾ ആ കുഞ്ഞുങ്ങൾ വയറ്റിലുള്ളപ്പോ പുറത്ത് നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് മുതിർന്നവർ പറയുന്നത് എന്ന് ശ്യാമയോട് രോഹിത് പറയുന്നു. അത് കേട്ടതും ശ്യാമ ചിരിച്ചുകൊണ്ട് രോഹിത്തിനോട് അതേ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുകയും ചെയ്യുമ്പോൾ രോഹിത് ചോദിച്ചു, എടോ, ഞാനൊന്ന് വിളിച്ചോട്ടെ എടോ. അത് കേട്ട ഉടനെ ശ്യാമ മാത്രം മൂളുമ്പോ രോഹിത് വേഗം ശ്യാമയോട് സംസാരിക്കുന്നതിൽ, എടാ മോനെ, ഇത് ഞാനടാ നിന്റെ അച്ഛൻ എന്ന് ആ വയറ്റിലേക്ക് നോക്കി രോഹിത് പറഞ്ഞു. അത് കേട്ടത് കൊണ്ട് വിഷമിച്ചിരുന്ന ശ്യാമയോട് രോഹിത് ചോദിച്ചു, അവൻ കേട്ടിട്ടുണ്ടാവും അല്ലേടോ എന്ന് ചോദിച്ചതും ഉടനെ ശ്യാമ പറഞ്ഞു, അതെ രോഹിതേട്ടാ. അങ്ങനെ മനസ്സിൽ ശ്യാമ മറുപടി നൽകി. അവനങ്ങ് ആകാശത്ത് തെളിഞ്ഞ ഒരു നക്ഷത്രമായി നമ്മളെ നോക്കിയിട്ടുണ്ടാകും. എന്റെയും രോഹിതേട്ടന്റെയും മനസ്സുകളെ സ്നേഹിക്കുന്ന നമ്മുടെ ആ മനസ്സുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ കുഞ്ഞ് അവിടെ ഇരുന്ന് ഇതെല്ലാം കേട്ടിട്ടുണ്ടാകും രോഹിതേട്ടാ എന്ന് കണ്ണുനീര് അടക്കി വെച്ചുകൊണ്ട്, സങ്കടം മറച്ചു വെച്ചുകൊണ്ട് ശ്യാമ മനസ്സിൽ മറുപടി നൽകുന്നു. അപ്പോഴേക്കും ശ്യാമയുടെ വാക്കുകൾ കേട്ട രോഹിത് സന്തോഷത്തോടെ ശ്യാമയുടെ തന്റെ കൈകൾ ചേർത്ത് പിടിച്ച് രോഹിത് അങ്ങനെ ശ്യാമയുടെ മടിയിൽ കിടക്കുന്നു. പിറ്റേന്ന് രാവിലെ ശാരദാമ്മയുടെ വീടിന്റെ സിറ്റൗട്ടിലേക്ക് ശാന്ത വേഗം ഇറങ്ങി വന്നു. ശാന്ത പ്രതീക്ഷയോടെ മുറ്റത്തേക്ക് വന്ന് വഴിയിലേക്ക് നോക്കുമ്പോൾ പിന്നാലെ ശാരദാമ്മയും ശാലിനിയും ഇന്റർവ്യൂവിന് പോകാനായി റെഡിയായി പുറത്തേക്ക് എത്തി. ശാരദാമ്മ വന്ന് ശാന്തയോട് ചോദിച്ചു, എന്താടി, വരുന്നുണ്ടോ എന്ന് ചോദിച്ചതും ശാന്ത പറഞ്ഞു, ഇല്ല ശാരദാമ്മേ, ഇതുവരെയായിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ ശാലിനി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സാരമില്ലമ്മേ, വിഷ്ണുവേട്ടൻ വരും. ഇതുവരെയുള്ള എന്റെ എല്ലാ പരീക്ഷയ്ക്കും വിഷ്ണുവേട്ടനല്ല എന്റെ കൂടെ വന്നിട്ടുള്ളത് എന്ന് ശാലിനി ശാരദാമ്മയോട് പറഞ്ഞു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, പക്ഷേ ഇടി മോളെ, സമയം പോയില്ലേടി എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാമേ, ഞാൻ പതുക്കെ ഇവിടുന്ന് നടക്കാം, എന്നിട്ട് പോകുന്ന വഴി വിഷ്ണുവിനെ വിളിക്കാം. വിഷ്ണുവിനെ എവിടെയാണെങ്കിലും അങ്ങോട്ട് ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നാ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ എന്ന് ശാലിനി ശാരദാമ്മയോട് അറിയിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ ചോദിച്ചു, എടി മോളെ, പക്ഷേ നീ ഒന്നും കഴിച്ചില്ലല്ലോടി, ഒരു കാലി ചായ മാത്രമല്ലേ കുടിച്ചുള്ളൂ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറഞ്ഞു, ഇന്ന് എനിക്കൊന്നും കഴിച്ചാൽ ഇറങ്ങില്ലമ്മേ, എനിക്ക് അങ്ങനെ വിശപ്പൊന്നുമില്ല, അതുകൊണ്ടാ എന്ന് ശാലിനി മറുപടി നൽകി. ഇനി എനിക്ക് വിഷ്ണുവിനെ കണ്ടാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ, വിഷ്ണുവിനെ കാണണം, ആ ധൈര്യം ഇല്ലാതെ എനിക്ക് പറ്റില്ലമ്മേ എന്ന് ശാലിനി ശാരദാമ്മയോട് അറിയിച്ചു. ശരി മോളെ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഉടനെ ശാന്തേച്ചി ചോദിച്ചു, ശാലിനി മോളെ, ഈ പരീക്ഷ കഴിഞ്ഞ ശാലിനി മോള് കളക്ടർ ആവുമല്ലേ എന്ന് ചോദിച്ചതും ശാന്തേച്ചിയോട് ശാലിനി പറഞ്ഞു, അല്ല ശാന്തേച്ചി, ഇത് കഴിഞ്ഞാൽ പാസ്സായിട്ട് പിന്നെ 2 വർഷത്തെ ഇന്റർവ്യൂ കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാലേ കളക്ടർ ആവൂ. അതും സ്വന്തം സംസ്ഥാനത്ത് പോലും കിട്ടണമെന്നില്ല. ഇനി കളക്ടറായിട്ട് മാത്രം നേരിട്ട് കളക്ടർ ആവുകയല്ല ചെയ്യുന്നത്, ആ സബ് കളക്ടറോ അസിസ്റ്റന്റ് കളക്ടറോ അങ്ങനെ ഏതെങ്കിലും ഒരു പദവിയിലായിരിക്കും എത്തുക എന്ന് ശാന്തേച്ചിയോട് ശാലിനി പറഞ്ഞു. ഉടനെ ശാന്തേച്ചി ചോദിച്ചു, ഇതെന്തിനാ ഇത്രയൊക്കെ താമസം, നല്ല ബുദ്ധിയുള്ള ആളുകളെ നേരിട്ട് പെട്ടെന്ന് കളക്ടർ ആക്കിയാൽ പോരെ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, അതിനൊക്കെ അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഇല്ലേ ശാന്തേച്ചി,
ഉടനെ തന്നെ ശാരദാമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, എടി മോളെ, എങ്കിലും ഇപ്പോഴത്തെ നിന്റെ ഈ അവസ്ഥയിൽ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി ചോദിച്ചു, എന്തവസ്ഥയെന്ന് അമ്മയെ പറയുന്നത്? ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ പൂർണ്ണതയാണ് മാതൃത്വമെന്നല്ലേ അമ്മ പറയാറുള്ളത്? എന്തു വന്നാലും നമ്മൾ രണ്ടുപേരും നേരിടും അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മൾ ഒന്നിച്ചങ്ങ് നേരിടും എന്ന് പറഞ്ഞ് ശാലിനി വേഗം ശാരദാമ്മയുടെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. ശാരദാമ്മ ശാലിനി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോൾക്ക് അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. കളക്ടറല്ല, അതിലും വലിയ ഉദ്യോഗസ്ഥയായി വരും, അതിലും വലിയ ഓഫീസറാകും എൻ്റെ പൊന്നുമോള് എന്ന് ശാരദാമ്മ മകളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്ത് പോയിട്ട് വരാനായി അനുഗ്രഹിച്ചു. എന്നാ ഞാൻ പോട്ടെ അമ്മേ, ഞാൻ ഇറങ്ങട്ടെ അമ്മേ എന്ന് ശാലിനി ചോദിച്ചിട്ടും, പോയിട്ട് ജയിച്ചു വാ മോളെ എന്ന് ശാരദാമ്മ ശാലിനിയോട് പറയുന്നു. അത് കേട്ടതും ശാലിനി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു. അങ്ങനെ ശാലിനി ചിരിച്ച് സന്തോഷത്തോടെ അവിടുന്ന് നടന്നു പോകുന്ന ആ കാഴ്ച കണ്ട് ശാരദാമ്മ വിഷമത്തോടെ നോക്കി നിൽക്കുമ്പോൾ ശാന്തിജി ചോദിച്ചു, എന്താ ശാരദാമ്മേ, ശാരദാമ്മ എന്താ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, അതല്ലടി, ഇങ്ങനെ പോകേണ്ടതാണോ എൻ്റെ മോള്? സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് വിഷ്ണുമോനോടൊപ്പം ഒരു റാണിയെ പോലെ ഇറങ്ങിപ്പോകേണ്ടവളല്ലേ എൻ്റെ മോള്? ആ മോളാ ആരോരുമില്ലാത്തവരെ പോലെ ഇങ്ങനെ തനിച്ച് പോകുന്നത് എന്ന് ശാരദാമ്മ പറഞ്ഞു. ഇത് കേട്ടതും ശാന്തേച്ചി ചോദിച്ചു, ശാരദാമ്മേ, ശാലിനി മോള് മനസ്സാകെ തകർന്നാ പോയിരിക്കുന്നത്. ചത്ത മനസ്സുമായിട്ടാ മോള് ഇവിടുന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഈ സമയത്ത് അവിടെ ഇന്റർവ്യൂവിന് വരുന്നത് ഇന്ത്യയിലെ തന്നെ മിടുക്കന്മാരും മിടുക്കികളുമാണ്. അപ്പോ ഇതുപോലെ പോയാൽ ശാലിനി മോള് എന്ന് പറഞ്ഞ് ശാന്തേച്ചി സംശയം ഇങ്ങനെ പറയുമ്പോഴേക്കും ഉടനെ ശാരദാമ്മ പറഞ്ഞു, ഇല്ലടി, ആ പോകുന്നത് എൻ്റെ മോള് മാത്രമല്ല, ശാരദാമ്മയുടെ പ്രാർത്ഥനയും ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെയാണ്. എനിക്കറിയാം, എൻ്റെ മനസ്സ് പറയുന്നടി അത് വെറുതെ ആവില്ലെന്ന്. എൻ്റെ മോള് വിജയിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടടി എന്ന് ശാരദാമ്മ സന്തോഷത്തോടെ ശാന്തേച്ചിയോട് പറഞ്ഞിട്ട് വേഗം അകത്തേക്ക് പോകുന്നു. ശാലിനി വിജയിച്ചു വരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയും വിശ്വാസവും ശാരദാമ്മയുടെ ആ വാക്കുകളിൽ പ്രതിഫലിച്ചു. അങ്ങനെ പറഞ്ഞ് കണ്ണുനീരോടെ ശാരദാമ്മ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ശാലിനി തനിച്ച് ആ വീട്ടിൽ നിന്ന് നടന്നു പോകുമ്പോൾ വിഷ്ണു ശ്യാമയെയും സത്യാമ്മയെയും കൂട്ടി കാറിൽ യാത്ര ചെയ്യുന്നു. വിഷ്ണുവിന്റെ ഫോണിലേക്ക് ശാലിനിയുടെ കോള് വരുന്നത് കണ്ട് സൈലന്റായി കിടക്കുന്ന ആ ഫോണ് ഡിസ്പ്ലേ തെളിഞ്ഞപ്പോഴേക്കും വിഷ്ണു ശ്രദ്ധിച്ചു. ശാലിനിയാണല്ലോ വിളിക്കുന്നത്. ദൈവമേ, പാവം ശാലിനി. ഈ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്ത അമ്മയ്ക്ക് മനസ്സിലാവും. ഇനി എന്താ ചെയ്യുക? എന്തായാലും സൈലന്റ് ആക്കിയിട്ട് നന്നായി എന്ന് വിഷ്ണു മനസ്സിൽ പറഞ്ഞു. വേഗം തന്നെ വിഷ്ണു ഡ്രൈവിങ്ങിന്റെ സ്പീഡ് കൂട്ടി. ഇത് കണ്ടതോടെ സത്യാമ്മ ചോദിച്ചു, എടാ, നീ എന്താ ഇത്ര സ്പീഡിൽ പോകുന്നത്? കുറച്ച് സ്പീഡ് കുറയ്ക്കടാ എന്ന് സത്യാമ്മ പറഞ്ഞു. ഉടനെ സത്യാമ്മ വിഷ്ണുവോട് പറഞ്ഞു, രോഹിത് ഇല്ലാഞ്ഞത് കൊണ്ടാണ് നിന്നെ എനിക്ക് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. അല്ല, നിനക്ക് അത്യാവശ്യമായിട്ടവിടെ പോണെന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അതമ്മേ, ഹോട്ടലില് ഇന്ന് വലിയൊരു ഓർഡർ വരും. അക്കാര്യം സംസാരിക്കാനായിട്ട് ഞാൻ അവിടെ വേണമല്ലോ. രോഹിത് പോലും ഇല്ലാത്ത അവസരമല്ലേ എന്ന് വിഷ്ണു പറഞ്ഞത് കേട്ടതും ഉടനെ സത്യാമ്മ പറഞ്ഞു, അതെ, രോഹിത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് ശ്യാമയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് കരുതിയത്. ശ്യാമയുടെ പേരിൽ ഒരു വഴിപാടുണ്ട്, അതിനുവേണ്ടി. അത് കഴിഞ്ഞാൽ നീ വേഗം പൊക്കോ എന്ന് വിഷ്ണുവിനോട് സത്യാമ്മ അറിയിച്ചു. അപ്പോഴേക്കും ശാലിനി ആ ക്ഷേത്രത്തിലേക്ക് വന്നിറങ്ങി. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ശാലിനി പറഞ്ഞു, ചേട്ടാ, ഒരു 5 മിനിറ്റ് ഇപ്പൊ വരാം എന്ന് പറഞ്ഞു ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് വീണ്ടും ശാലിനി ഒന്നുകൂടി വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു. ശാലിനിയുടെ കോള് വരുന്നത് കണ്ട് വിഷ്ണു ആകെ ടെൻഷനിലായി. ശാലിനി വീണ്ടും വിളിക്കുകയാണല്ലോ, പാവം, അയാളുടെ കൂടെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞതല്ലേ, എന്ത് ചെയ്യും എന്നെല്ലാം ഓർത്ത് വിഷ്ണു സങ്കടപ്പെട്ടു. പെട്ടെന്ന് ശാലിനി വീണ്ടും വിളിച്ചിട്ടും വിഷ്ണു കോൾ എടുക്കാത്തത് കൊണ്ട് ശാലിനി ആലോചിച്ചു, എന്തായാലും ഇനി വിഷ്ണുവേട്ടൻ കോള് കാണുമ്പോൾ തിരിച്ചു വിളിക്കുമല്ലോ, ഇനി ഞാൻ വിളിക്കുന്നില്ല എന്നാലോചിച്ച് ശാലിനി വേഗം ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം ക്ഷേത്രത്തിൽ വന്നതുകൊണ്ട് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഭഗവാനെ ഒന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകാം എന്ന് ശാലിനി തീരുമാനിച്ചു. വേഗം തന്നെ മൊബൈൽ ഫോൺ ബാഗിലേക്ക് വെച്ചിട്ട് ശാലിനി ക്ഷേത്രത്തിലേക്ക് കയറി. അപ്പോഴേക്കും വിഷ്ണു സത്യാമ്മയെയും ശ്യാമയെയും കാറിൽ നിന്ന് ഇറക്കിയതിന് ശേഷം വിഷ്ണു കാറിൽ തന്നെ ഇരുന്നു. ഉടനെ സത്യാമ്മ വിളിച്ചു, എടാ മോനെ വിഷ്ണു എന്ന് ചോദിച്ചിട്ടും വിഷ്ണു വേഗം ഗ്ലാസ് കാഴ്ചിട്ട് എന്താ എന്നുള്ള രീതിയിൽ നോക്കി. അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, എടാ, ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, ക്ഷേത്രത്തിൽ വരെ വന്നിട്ട് നീ എന്താ തൊഴാതെ പോകാൻ നോക്കുന്നു? ഭഗവാനെ തൊഴുതിട്ട് പോടാ എന്ന് പറഞ്ഞു. ഓ ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞ്
വിഷ്ണു മനസ്സോടെ കാറിൽ നിന്നിറങ്ങി. തന്നെ അങ്ങ് പോയി തൊഴുതാ പോരെ, ഈ എന്നെയും കൂടി വിളിക്കുന്നത് എന്തിനാ എന്ന് ദേഷ്യത്തോടെ കാറിൽ നിന്നിറങ്ങി. സത്യാമ്മയെ വിളിച്ചതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് വിഷ്ണു അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അമ്മേ, ഇവിടുത്തെ പരിപാടി വേഗം കഴിയല്ലോ അല്ലേ എന്ന് ചോദിച്ചാൽ വിഷ്ണു സത്യാമ്മയുടെ കൂടെ ഭഗവാനെ തൊഴാനായി ഇറങ്ങി. ഈ സമയത്ത് ശാലിനി ഭഗവാന്റെ മുന്നിലെത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനി ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഇന്നത്തെ ഈ എക്സാമിൽ പാസ്സാകാൻ കഴിയണേ, എൻ്റെ വിഷ്ണുവേട്ടൻ അരികിലേക്ക് എത്രയും വേഗം എത്തണേ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ശാലിനി അങ്ങനെ നിന്നു. അതിനുശേഷം ശാലിനി തൻ്റെ ഫയലിൽ നിന്ന് ആ ഇൻ്റർവ്യൂവിൻ്റെ ലെറ്റർ എടുത്തു. അപ്പോഴേക്കും അവിടെ എത്തിയ പൂജാരിയോട് ശാലിനി പറഞ്ഞു, ഇന്ന് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിൻ്റെ ലെറ്ററാണ് തിരുമേനി, ഇതൊന്ന് പൂജിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടും ഉടനെ അദ്ദേഹം പറഞ്ഞു, അത് കുട്ടി ആ തളികയിലേക്ക് വെച്ചോളൂ, ഞാൻ പൂജിച്ചിട്ട് തരാം, എല്ലാ സർവ്വമംഗളങ്ങളും വരട്ടെ, പിന്നെ കുട്ടി പോയി പ്രദക്ഷിണം വെച്ചിട്ട് വന്നോളൂ എന്ന് ശാലിനിയോട് പൂജാരി അറിയിച്ചു. ശാലിനി ആ തളികയിൽ തന്റെ ഇന്റർവ്യൂ ലെറ്റർ വെച്ചതിന് ശേഷം വേഗം പ്രദക്ഷിണം വയ്ക്കാനായി ശാലിനി പോന്നു. ഈ സമയത്ത് സത്യാമ്മയും ശ്യാമയും വിഷ്ണുവും കൂടി ക്ഷേത്രത്തിലേക്ക് എത്തി. അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഉടനെ പൂജാരി എവിടേക്ക് എത്തി. അപ്പോഴേക്കും പൂജാരിയോട് ശാരദാമ്മ പറഞ്ഞു, ശ്യാമയുടെ പേരിൽ വഴിപാട് കഴിപ്പിക്കാനാ അച്ഛനെയുണ്ട് എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ പൂജാരി വേഗം ആ തളികയിലിരുന്ന ആ കോൾ ലെറ്റർ, ആ ഇന്റർവ്യൂ ലെറ്റർ കണ്ടിട്ട് പറഞ്ഞു, അല്ല, ഇത് വേറൊരു കുട്ടി ഇവിടുത്തെ ഇന്റർവ്യൂവിന് വേണ്ടി പൂജിക്കാനായി കൊണ്ട് തന്നിട്ട് പോയതാണല്ലോ, അല്ല എന്നിട്ട് ആ കുട്ടിയെ മാത്രം കാണുന്നില്ലല്ലോ എന്ന് പൂജാരി സംശയിച്ചു. ഉടനെ തന്നെ ഇത് ആ കുട്ടി എന്നാ നിങ്ങളുടെ അർച്ചന ആദ്യം നടത്താം എന്ന് പൂജാരി പറഞ്ഞത്. അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, അത് സാരമില്ല തിരുമേനി, ആദ്യം ആ കുട്ടിയുടെ തന്നെ വഴിപാട് നടത്തിക്കോ, ആ കുട്ടിയല്ല ആദ്യം വന്നത്, ആ കുട്ടിയുടെ തന്നെ അർച്ചന ആദ്യം നടത്തിയാൽ മതി തിരുമേനി എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രാർത്ഥനയോടെ സത്യാമ്മയും ശ്യാമയും അവിടെ നിന്നു. വിഷ്ണു അപ്പോഴേക്കും ആ ഇന്റർവ്യൂ ലെറ്റർ കണ്ടതും പെട്ടെന്ന് സംശയിച്ചു, ഇത് ശാലിനിയുടേതായിരിക്കുമോ, ശാലിനി ഇന്ന് ഇന്റർവ്യൂവിന് പോകാനായി ചിലപ്പോൾ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നാലോ, അങ്ങനെയാണെങ്കിൽ അയാൾ എവിടെയെങ്കിലും കാണും എന്ന് വിചാരിച്ച് വിഷ്ണു ശാലിനി അന്വേഷിച്ചെത്തി. ശാലിനി ഈ സമയത്ത് സർപ്പക്കാവിലൊക്കെ പ്രാർത്ഥനയോടെ വന്ന് നിന്നു. എൻ്റെ അമ്മയുടെയും വിഷ്ണുവിൻ്റെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അത് ഭഗവാനെ നടത്തിത്തരണേ എന്ന് പ്രാർത്ഥനയോടെ ശാലിനി അങ്ങനെ നിൽക്കുമ്പോൾ പോകാൻ തുടങ്ങുന്ന ശാലിനിയെ അവിടെ വെച്ച് വിഷ്ണു കാണാനിടയായി. ഉടനെ തന്നെ വിഷ്ണു ശാലിനിയെ വിളിച്ചു. ശാലിനി ആ വിളി കേട്ടതും പെട്ടെന്ന് വിഷ്ണു തന്നെ വിളിക്കുന്നത് കേട്ടതോടെ പിന്തിരിഞ്ഞ് ശാലിനി നോക്കി. വിഷ്ണുവിനെ കണ്ടതും ശാലിനി വലിയ സന്തോഷത്തിലായി. വിഷ്ണു അമ്മ തന്നെ കാണുന്നുണ്ടോ എന്ന് പിന്തിരിഞ്ഞ് നോക്കിയതിനു ശേഷം വേഗം ശാലിനിയുടെ അരികിലേക്ക് എത്തി. താനെന്താണോ ഇവിടെ, ഇന്ന് ഇന്റർവ്യൂവിന് പോകണ്ടേ എന്ന് ചോദിച്ചു. ഇന്റർവ്യൂവിന് സമയമായില്ലേ എന്ന് ചോദിച്ചതും അപ്പോൾ എനിക്ക് ഇന്റർവ്യൂ ഉണ്ടെന്നും അതിന്റെ സമയമായെന്നും ഒക്കെ ഓർമ്മയുണ്ടല്ലേ എന്ന് വിഷ്ണുവിനോട് ശാലിനി അന്വേഷിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, എടോ അതല്ല, രോഹിത് എന്ന സ്ഥലത്തില്ലടോ, ഞാൻ ഇന്റർവ്യൂവിന് തന്നെ കൊണ്ടുപോകാനായി വന്നതാടോ, അപ്പോൾ അമ്മ എന്നെ പിടികൂടി, ആകെ ഞാൻ പെട്ടുപോയി, അമ്മയെയും ശ്യാമയെയും ക്ഷേത്രത്തിലെത്തി വഴിപാടൊക്കെ കഴിപ്പിക്കാനായി ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവരെ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം തന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരാമെന്ന് കരുതി, അതാ എന്ന് ശാലിനി പറഞ്ഞു. ശാലിനിയോട് വിഷ്ണു അറിയിച്ചു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, സാരമില്ല, ശ്യാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ സത്യാമ്മ ഇവിടേക്ക് വന്നത്, എനിക്ക് വിഷ്ണുവിനെ കാണുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ വിഷ്ണുവിൻ തന്നെ മുന്നിലേക്ക് വന്നതുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ അരികിലെത്തിയതിൻ്റെ ഒരു സമാധാനമുണ്ട് എന്ന് വിഷ്ണുവിനോട് ശാലിനി അറിയിച്ചു. വിഷ്ണു അത് കേട്ട് ചിരിച്ചതും ഉടനെ ശാലിനി പറഞ്ഞു, വേറൊരു ആഗ്രഹം കൂടിയുണ്ട്, അത് നടക്കുമെന്ന് തോന്നുന്നില്ല, അല്ല നടക്കാൻ സാധ്യതയില്ലാത്ത ആഗ്രഹമാണ് എന്ന് ശാലിനി അറിയിച്ചു. അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, എന്താ കാര്യം, അല്ല സത്യാമ്മയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു, എടോ അമ്മയും ശ്യാമയും ഇവിടെ ഉണ്ട്, അവർ ക്ഷേത്രത്തിൽ തൊഴുകയാണ്. അത് കേട്ട ഉടനെ ശാലിനിക്കാകെ അതിശയായി. അപ്പോൾ സത്യാമ്മ ഇവിടെ ഉണ്ടോ, അമ്മയെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു ചോദിച്ചു, എടോ തനിക്ക് എന്താ ഇപ്പോൾ വേണ്ടത്, അമ്മയെ കാണണം അതല്ലേ, അതിനൊരു വഴിയുണ്ട്, താൻ ഈ വാടോ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ വിളിക്കുന്നു. ശാലിനി വിഷ്ണുവിൻ്റെ കൂടെ വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞു താൻ പാടോ എന്ന് പറഞ്ഞ് ശാലിനിയും കൂട്ടിക്കൊണ്ട് വിഷ്ണു വേഗം സത്യാമ്മയും ശ്യാമയും പ്രാർത്ഥനയോടെ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അപ്പോഴേക്കും പൂജാരി വീണ്ടും അവിടേക്ക് എത്തി. അല്ല, ആ കുട്ടിയെ കാണുന്നില്ലല്ലോ, ഇന്റർവ്യൂവിനുള്ള ഈ ലെറ്റർ ഇവിടെ കൊണ്ട് വെച്ച കുട്ടി ഇവിടെ വന്ന് ഇത് പൂജിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു, എന്തായാലും നിങ്ങളുടെ അർച്ചന നടത്താം, അപ്പോഴേക്കും ആ കുട്ടി വന്നോളൂല്ലോ എന്ന് പറഞ്ഞതും സത്യാമ്മ പറഞ്ഞു, അത് വേണ്ട, ഇത് ഇന്റർവ്യൂവിനുള്ള ലെറ്റർ അല്ലേ, കുട്ടിക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയുള്ളതല്ലേ, അതുകൊണ്ട് അതാദ്യം നടക്കട്ടെ
തിരുമേനി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം സത്യാമ്മ ആ തളികയിലിരുന്ന ആ ഇന്റർവ്യൂ ലെറ്റർ കയ്യിലെടുത്ത് അത് പൂജാരിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അത് വിഷ്ണുവും ശാലിനിയും നോക്കി നിന്ന് കണ്ടു. അത് കണ്ടതോടെ വലിയ സന്തോഷമായി വിഷ്ണുവിനും ശാലിനിക്കും. ഉടനെ ശാലിനി പറഞ്ഞു, കണ്ടോ വിഷ്ണുവേട്ടാ, സത്യാമ്മ തന്നെയാണ് എൻ്റെ ഇന്റർവ്യൂവിനുള്ള ലെറ്റർ പൂജാരിയുടെ കയ്യിലെടുത്ത് കൊടുത്തത്. അത് കണ്ട ഉടനെ വിഷ്ണു പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേടോ എല്ലാം ശരിയാകുമെന്ന്, എല്ലാം ശരിയാകൂടോ എന്ന് വിഷ്ണു ശാലിനിയോട് അറിയിച്ചു. അപ്പോഴേക്കും സത്യാമ്മ വേഗം വിഷ്ണുവിനെ കാണാതെ സംശയത്തോടെ, വിഷ്ണു എവിടെ പോയി എന്ന് ചോദിച്ചു. ഉടനെ വിഷ്ണുവിനെ സത്യാമ്മ തിരക്കുന്നുണ്ട്, വേഗം ചെല്ലേ എന്ന് പറഞ്ഞതും വിഷ്ണു വേഗം സത്യാമ്മയുടെ അരികിലേക്ക് എത്തി. നീ എവിടെ പോയതാടാ വിഷ്ണു എന്ന് സത്യാമ്മ ചോദിച്ചതും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പെട്ടെന്നൊരു കോള് വന്നിരുന്നു അതാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, ശരി, ഇവിടെ പ്രാർത്ഥനയോടെ നിൽക്കടാ. ഇവിടെ ഏതോ ഒരു കുട്ടി ഇന്റർവ്യൂവിന് വേണ്ടി പൂജിക്കാനായി ഇന്റർവ്യൂ ലെറ്റർ കൊണ്ട് കൊടുത്തിരുന്നു. ആ കുട്ടിക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. സത്യാമ്മ അത് പറഞ്ഞതും ശാലിനി വളരെ പ്രാർത്ഥനയോടെ സത്യാമ്മയുടെ നാവിൽ നിന്ന് ആ വാക്ക് കേട്ടതുകൊണ്ട് വിഷ്ണുവിനെ നോക്കി. ഉടനെ വിഷ്ണു ചോദിച്ചു, അല്ലമ്മേ, അത് ആരാണെന്നൊന്നും അറിയാതെ എങ്ങനെയാമ്മേ എന്ന് പറഞ്ഞതും സത്യാമ്മ പറഞ്ഞു, ആരായാലും എന്താ മോനെ, ഇത്രയും നാളത്തെ ആ കുട്ടിയുടെ സ്വപ്നവും പ്രതീക്ഷയും ഒക്കെയായിരിക്കാം ഈ ജോലി. അതുകൊണ്ട് ആ കുട്ടിക്ക് ആ ജോലി കിട്ടാനായി നീ പ്രാർത്ഥിക്കുക എന്ന് സത്യാമ്മ വിഷ്ണുവിനോട് അറിയിച്ചു. ആ സമയത്ത് ശാലിനി ഓർമ്മിച്ചത് സത്യാമ്മയുടെ കയ്യിൽ താൻ ചെയ്തു കൊടുത്ത സത്യത്തെക്കുറിച്ചായിരുന്നു. കളക്ടർ എന്ന മോഹം താൻ ഉപേക്ഷിക്കാമെന്നുള്ള സത്യാമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുത്തത്. അപ്പോഴേക്കും വിഷ്ണു പ്രാർത്ഥിച്ചു, ഭഗവാനെ, എൻ്റെ അമ്മ എൻ്റെ ശാലിനിയാണെന്നറിയാതെയാണ് ആ ലെറ്റർ ഭഗവാന്റെ മുന്നിലേക്ക് തന്നുവിട്ടിരിക്കുന്നത്. എന്തായാലും അമ്മയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഫലിക്കണേ, ശാലിനിക്ക് കളക്ടറാകാൻ കഴിയണേ എന്ന് വിഷ്ണു മനമുരുകി പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞേച്ചിയും ഇതുപോലെ കളക്ടറാകാനായിട്ട് ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ഏതോ ഒരാളാണ് ഈ ഇന്റർവ്യൂവിന് വേണ്ടി ഇവിടെ ഈ ലെറ്റർ കൊടുത്തിരിക്കുന്നത്. അയാളുടെ ആ ജോലി അയാൾക്ക് തന്നെ കിട്ടണേ, ആ ജോലി അയാൾക്ക് നേടിയെടുക്കാൻ കഴിയാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് ശ്യാമയും പ്രാർത്ഥിച്ചു. ശാലിനിക്ക് വേണ്ടിയാണെന്ന് പോലും അറിയാതെ ശ്യാമ ആ ഇന്റർവ്യൂ ലെറ്റർ കൊണ്ടുപോയി കൊടുത്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അങ്ങനെ നിൽക്കുമ്പോൾ പൂജാരി ആ ഇന്റർവ്യൂ ലെറ്റർ പൂജിച്ചതിന് ശേഷം അവിടേക്ക് എത്തി. അയ്യോ, ആ കുട്ടി ഇതുമായിട്ട് എത്തിയില്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചതും ഉടനെ വിഷ്ണുവൻ പറയും, അയ്യോ, ഇന്റർവ്യൂവിന് സമയമായതുകൊണ്ട് ഇവിടെ ഇന്റർവ്യൂ ലെറ്റർ ഇവിടെ വെച്ച കാര്യം, പൂജിക്കാൻ കൊടുത്ത കാര്യം ആ കുട്ടി മറന്നുപോയി കാണും. അപ്പോഴേക്കും പൂജാരി, അത് ശരിയായിരിക്കും എന്ന് പറഞ്ഞു. വിഷ്ണു പറഞ്ഞു, അല്ല, ആ ലെറ്റർ ഇങ്ങതാ, അയാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം, നീ അന്നേക്ക് തിരുമേനി എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ വിഷ്ണുവിന്റെ കയ്യിലേക്ക് പൂജാരി പ്രസാദവും ഇന്റർവ്യൂ ലെറ്ററും കൊടുത്തു. അമ്മേ, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കി കൊടുത്തിട്ട് വരാട്ടോ എന്ന് വിഷ്ണു സത്യാമ്മയോട് പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞ സത്യാമ്മ തലകുലുക്കി. ഉടനെ വിഷ്ണു ആ ഇന്റർവ്യൂ ലെറ്ററുമായിട്ട് വേഗം ശാലിനിക്ക് അരികിലേക്ക് പോകുന്നു. ശാലിനി എപ്പോഴേക്കും സത്യാമ്മ കാണാതിരിക്കാനേ അല്പം മാറി നിന്നു. ഉടനെ തന്നെ വിഷ്ണു ആ പ്രസാദവും ഇന്റർവ്യൂ ലെറ്ററും ശാലിനിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ശാലിനി വളരെ പ്രാർത്ഥനയോടെ അത് വാങ്ങിച്ച്, എന്തായാലും എൻ്റെ ഈ ആഗ്രഹം സാധിച്ചല്ലോ, ഞാൻ എന്തായാലും വേഗം പോയേക്കാം, ഇന്റർവ്യൂവിന് പോകാം എന്ന് ശാലിനി അറിയിച്ചതും വിഷ്ണു പറഞ്ഞു, എടോ, അമ്മയെയും ശ്യാമയെയും കൂട്ടിക്കൊണ്ട് വരേണ്ടി വന്നില്ലേ, അതുകൊണ്ടാ ഞാൻ എന്തായാലും പെട്ടെന്ന് അവരെ വീട്ടിലാക്കിയിട്ട് തൻ്റെ അരികിലേക്ക് വരാടോ എന്ന് പറഞ്ഞതും ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു, സാരമില്ല വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടനെ കാണാതെ പോകാനായിട്ട് എനിക്ക് മനസ്സനുവദിച്ചിരുന്നില്ല. അതുപോലെ തന്നെ സത്യാമ്മയും ഇതെല്ലാ ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തന്നില്ലേ, സത്യാമ്മയും വിഷ്ണുവേട്ടനെയും ഒക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലേ എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചു. വിഷ്ണു ഉടനെ തന്നെ ശാലിനി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇതൊന്നും അറിയാതെ സത്യാമ്മ ശാലിനിക്ക് ആ ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥനയോടെ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നു.